ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. നമ്മുടെ ഒരു റൗണ്ട് നെക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ താഴേക്ക് ഇതുപോലെ തന്നെ ഒരു റൗണ്ടിനുള്ളിലാണ് നമ്മൾ ഡിസൈൻസ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇത് ഞാൻ തുണിയിലേക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതൊരു നമ്മൾ ഈ കൊടുത്തേക്കുന്ന ലീഫൊക്കെ നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ട് ഒരു ലീഫ് പാറ്റേൺ പോലെയാണ് ചെയ്യണത്. അതിനുശേഷം നമ്മൾ ത്രെഡ് വർക്കും ചെയ്യുന്നുണ്ട്. നമ്മൾ റിംഗ് നോട്ട്സ് ഇട്ടിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സിൻ്റെ 2 ലീഫിൻ്റെ ഉള്ളിലായിട്ട്, അതായത് ഒരു ട്രയാങ്കിൾ പോലെ നമ്മൾ ത്രെഡ് വർക്കും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തുണിയിൽ വരയ്ക്കണമെന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു റൗണ്ട് നെക്ക് വരുന്ന പോലെ നെക്കൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞാൽ റൗണ്ടോ അല്ലാതെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ അടിയിലായിട്ട് ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കണം. ഒരു വേവ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ആ ഒരു വേവിന് പോകുന്ന പോലെയാണ് നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഏകദേശം ഒരു ആ ഡിസൈൻ നിങ്ങൾ ആ തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒന്ന് ക്യാപ്ചറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ഗ്യാപ്പ് വരുന്നിടത്തേക്ക് ഈ ഒരു രീതിക്ക് നമുക്ക് ലീഫ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇതിനിടയിലെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം നമുക്ക് ലീഫായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഏകദേശം ഈ ഒരു ഡിസൈനാണ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുന്നതാണ് കേട്ടോ. നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ടുള്ള ലീഫ് പാറ്റേൺസ് ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതി തന്നെ ഇവിടെ നമുക്ക് ഫോളോ ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് വരുന്നത് ത്രെഡ് കൊണ്ടുള്ള റിംഗ് നോട്ട്സ് ആണ്. റിംഗ് നോട്ട് ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് അത് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ചാനലിൽ അല്ലെ പേജിൽ അതിൻ്റെ വീഡിയോസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ റിംഗ് നോട്ട്സ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ ഇതുപോലെ ഡിസൈൻ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് താഴേക്കും ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കാം. ഈ താഴേക്ക് വരുന്ന വര നമുക്ക് വേണ്ടതല്ല. നമ്മൾ ഒരു കറക്റ്റ് ഒരു ലെങ്തിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അപ്പം ജസ്റ്റ് നമുക്കിതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റിംഗ് നോട്ട്സ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഈ ഒരു കാണുന്ന പോലെ ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഇത് നമ്മൾ വരയ്ക്കൊന്നും വേണ്ട. നമ്മൾ ആ ഒരു ഗ്യാപ്പ് വരുന്നതനുസരിച്ച് നമ്മൾ റിംഗ് നോട്ട്സ് ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിതിപ്പോൾ ചെറിയ ക്ലോത്തിൽ ചെറിയൊരു ഡിസൈനായിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നെക്കിൻ്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ വരച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ പോലെ ചെറിയ കട്ട് ബീഡ്സാണ് എടുത്തേക്കണത്. ഗോൾഡൻ കട്ട് ബീഡ്സാണ് എടുത്തേക്കണത്. ആൻറ്റിക് കട്ട് ബീഡ്സ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് കട്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ നോർമൽ നീഡിൽ നമ്പർ 10 ആണ് വേണ്ടത്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ആങ്കർ ത്രെഡാണ് വേണ്ടത്. അപ്പോൾ ആങ്കർ ത്രെഡ് ഞാൻ എടുത്തേക്കുന്ന റെഡ് കളർ തന്നെയാണ്. നമ്മുടെ ക്ലോത്തിനേക്കാളും ചെറിയൊരു കളർ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ഒരു വലിയൊരു നീഡിൽ എടുത്തിട്ടുണ്ട്, അത്യാവശ്യം ഹോൾ വലിപ്പമുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നെക്ക് ലൈൻ വരുന്നത് കട്ട് ബീഡ്സ് കൊണ്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് 2-3 ബീഡ്സ് ഒന്നിച്ച് വെച്ച് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ബീഡ് മാത്രമായിട്ട് ചെയ്യാതെ നമുക്ക് ഇതുപോലെ 3-4 ബീഡുകൾ ഒന്നിച്ചും ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് സൗകര്യപ്രദം അല്ലെങ്കിൽ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നെക്ക് ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് താഴേക്ക് നമ്മൾ വേവ് പോലെ കൊടുത്തിരുന്ന ഡിസൈൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓരോ ബീഡ്സായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 3-4 ബീഡായിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതും അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വേവ് പോലെ വരുന്ന ഈ ലൈൻസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ലീഫ് പാറ്റേൺസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ലീഫ് പാറ്റേൺസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 ലീഫ് ഞാനൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യാനായിട്ട് ചെറിയ കട്ട് ബീഡ്സ് ആയതുകൊണ്ട് 3 വീതമാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതുപോലെ 3 ലെയറായിട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ രീതി നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുന്നവർക്ക് അറിയാമായിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്നിന് മേളിലായിട്ട് ഇതുപോലെ 3 ലെയറുകളായിട്ട് നമ്മൾ ലീഫ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മൾ ഇവിടെയും സെയിം ഇതേപോലെ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്കും
ഇങ്ങോട്ടേക്കും ചെയ്ത് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഒരേ രീതിക്ക് തന്നെ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മുടെ സെൻറ്ററിൽ വരുന്നൊരു ഗ്യാപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് രണ്ട് സൈഡിലേക്കും ലീഫ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ലീഫും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സെൻറ്ററിൽ വരുന്ന നമ്മുടെ റിംഗ് നോട്ട്സ് എങ്ങനെയാണ് ചെയ്ത് കൊടുക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ റിംഗ് നോട്ട്സ് ഞാൻ പറഞ്ഞ പോലെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ആങ്കർ ത്രെഡാണ്. അപ്പോൾ സിൽക്ക് ത്രെഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ സിൽക്ക് ത്രെഡ് ആണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ നന്നായിട്ട് കിട്ടത്തില്ല, പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആങ്കർ ത്രെഡ് തന്നെ എടുത്ത് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ റിംഗ് നോട്ട്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടായിട്ട് നമ്മൾ സൂചിയിലൊന്ന് ട്വിസ്റ്റ് ചെയ്യണം. അപ്പോൾ രണ്ടാമത്തെ ട്വിസ്റ്റിൽ നമ്മൾ ലൂസാക്കി കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചതിന് ശേഷം താഴേക്ക് പതിയെ വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ റിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയുള്ളൊരു നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾ നല്ല ഫെയർ ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പാറ്റേൺസ് വരച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പാറ്റേൺ വരയ്ക്കുന്നതിൻ്റെ ഭംഗിക്കനുസരിച്ചിരിക്കും കേട്ടോ നമ്മളുടെ വർക്കിൻ്റെ ഫിനിഷിങ് വർക്കിൻ്റെ ഒരു ലുക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു വി ഷേപ്പ് വരുന്ന പോലെ തന്നെ ഇതൊന്ന് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആ ഒരു എംബ്രോയ്ഡറി പാറ്റേൺ എങ്ങനെയാണ് വരുന്നതെന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരിക മാത്രമാണ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയിലും പറയാറുണ്ടല്ലോ, നമ്മളൊരു ജസ്റ്റ് ട്യൂട്ടോറിയൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സാക്റ്റ് ആ ഒരു ലുക്കിലും ചെയ്തില്ല എന്ന് വരും. പക്ഷേ നിങ്ങൾക്കത് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ റിംഗ് നോട്ട്സ് കൊടുക്കുന്നത് വേറൊരു കളറ് ത്രെഡ് എടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ കൊടുത്തേക്കുന്ന തമ്പനയിലെ പിക്ചറിൽ ഇത് തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ വേറൊരു കളറാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി എടുത്തറിയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് അത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്കിത് ചെയ്തെടുക്കാം. ഫൈനൽ ലുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യണം, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി നല്ല വീഡിയോസായിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.